Mesmerizing wedding collection. Tejaswini by Chungat Jewelry. ഇടശ്ശേരി ജ്വല്ലറി കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി കാലടി. മനസ്സ് നിറയെ മാംഗല്യം, മനസ്സ് നിറയെ വാത്സല്യം, മനസ്സിലുണ്ടൊരു മന്ത്രകോടി, മനം ബ്യൂട്ടിഫുൾ. വിവാഹം കാലങ്ങളായി ഞാൻ കണ്ട സ്വപ്നം. ശരിക്കും ഞാനൊരു രാജകുമാരിയെ പോലെ അന്ന് എന്നെ നോക്കി എല്ലാവരും പറയും ബ്യൂട്ടിഫുൾ. മനസ്സിലുള്ളത് മെട്രോയിലുണ്ട്. ഇപ്പോൾ 50,000 സ്ക്വയർ ഫീറ്റിൽ മെട്രോ വെഡിംഗ് പ്ലാസ അങ്കമാലി. ദേശീയപാതയിൽ അങ്കമാലി കരയാമ്പറമ്പ് സിഗ്നൽ ജംഗ്ഷനിൽ അപകടങ്ങൾക്ക് ശമനമില്ല. സിഗ്നൽ പരിഷ്കാരവുമായി ബന്ധപ്പെട്ട് മധുരപലഹാരം വിതരണം ചെയ്തതിന് തൊട്ടു പിന്നാലെ വീണ്ടും അപകടമുണ്ടായി. 2 ലോറികൾ തമ്മിൽ കൂട്ടിയിടിച്ച് ഡ്രൈവർമാർക്ക് ഗുരുതരമായ പരിക്കേറ്റു. അപകടത്തിൽപ്പെടുന്ന വാഹനങ്ങൾ കൊണ്ടുവന്ന് തള്ളുന്ന ശവപ്പറമ്പായി മാറിയിരിക്കുകയാണ് മൂക്കന്നൂർ റോഡ്. കരയാമ്പറമ്പ് സിഗ്നലിൽ എന്നും നിത്യേന അപകടങ്ങൾ പെരുകി വരുന്നതല്ലാതെ യാതൊരു കുറവുമില്ല. ഞങ്ങളിത് എല്ലാ ദിവസവും കാണുന്നതാണ്. ഇവിടെ എല്ലാം പരിഷ്കരിച്ചു എന്ന് പറഞ്ഞിട്ട് മധുരപലഹാരമൊക്കെ വിതരണം ചെയ്തു. അതുകൊണ്ട് ഒരു ഗുണവും ഇവിടെ ഉള്ളതായിട്ട് തോന്നുന്നില്ല. ഈ ഞങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ റോട്ടിലേക്ക് ഞങ്ങളുടെ ഈ ഓട്ടോ സ്റ്റാൻഡിൻ്റെ ഈ പരിസരത്തേക്കാണ് അപകടം പറ്റുന്ന എല്ലാ വാഹനങ്ങളും കൊണ്ട് കൂട്ടിയിടുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് തന്നെ ഭയങ്കര ശല്യമാണ്. മൂക്കന്നൂർ ഭാഗത്തേക്കുള്ള യാത്രക്കാർക്കും ഇത് നിത്യേന വലിയൊരു സംഭവമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനുള്ള ഒരു പരിഹാരം അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്ന് മാത്രമേ നമുക്ക് ഒരു നിർദ്ദേശമുള്ളൂ. ഗതാഗത പരിഷ്കാരത്തെ ചൊല്ലി വീമ്പ് പറഞ്ഞതുകൊണ്ടോ പരിഷ്കാരത്തിന്റെ പേരിൽ ലഡു വിതരണം ചെയ്തതുകൊണ്ടോ കരയാമ്പറമ്പ് ജംഗ്ഷനിലെ അപകടം ഒഴിവാകില്ല. ലഡുവിന്റെ മധുരം നാവിൽ നിന്ന് മാറും മുൻപേ വീണ്ടും അപകടമുണ്ടായി. 2 ലോറികൾ തമ്മിലാണ് കൂട്ടിയിടിച്ചത്. 2 ലോറികളിലെയും ഡ്രൈവർമാർക്ക് അപകടത്തിൽ സാരമായ പരിക്കേറ്റു. വാഹനങ്ങൾ പൂർണ്ണമായും തകരുകയും ചെയ്തു. അപകടത്തിൽ മരണമടയുന്ന വാഹനങ്ങൾക്കായി മൂക്കന്നൂർ റോഡിൽ ഒരുക്കിയിരിക്കുന്ന ശ്മശാനത്തിലേക്ക് 2 ലോറികളും മാറ്റപ്പെട്ടു. മണിക്കൂറുകൾ ഇടവിട്ട് അപകടങ്ങൾ ഉണ്ടാകുന്നതിനാൽ വാഹനങ്ങൾ പൊക്കി മാറ്റുന്നതിനുള്ള ക്രെയിനുകളും ഈ ഭാഗത്ത് സ്ഥിരമായി ഒരുക്കി നിർത്തിയിട്ടുണ്ട്. കറുകുറ്റി ഭാഗത്തുനിന്ന് സിഗ്നൽ ജംഗ്ഷനിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ദേശീയപാതയിൽ രൂപപ്പെട്ട മരണക്കുഴി അടയ്ക്കൽ ഇടവിട്ട് നടക്കുന്നുമുണ്ട്. അടച്ചയുടൻ തന്നെ വീണ്ടും രൂപപ്പെടും വിധമാണ് കുഴിയടയ്ക്കൽ. കുഴികൾ മൂടാൻ കൊണ്ടുവരുന്ന ചരൽ റോഡിൽ നിരന്ന് ഇരുചക്രവാഹനങ്ങൾക്ക് അപകടക്കെണിയാകുന്നതും പതിവ് കാഴ്ചയാണ്. പരിഷ്കാരത്തിന്റെ പേരിൽ നടത്തുന്ന ലൊട്ടിലൊടുക്ക് ഇടപാടുകൾ കൊണ്ടൊന്നും അപകടം ഒഴിവാകില്ലെന്ന് വലിയ എഞ്ചിനീയറിംഗ് ഒന്നും പഠിച്ചിട്ടില്ലെങ്കിലും ഈ ഭാഗത്തെ ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്ക് അറിയാം. പ്രധാനപ്പെട്ട കാരണം ഇവിടെ അടിക്കടി വരുന്ന ട്രാഫിക് പരിഷ്കരണങ്ങൾ അത് വേണ്ടത്ര പ്രയോജനപ്പെടാത്തതിൻ്റെ ഒരു കാരണം ഞാൻ മനസ്സിലാക്കുന്നത് ഈ സിഗ്നൽ സംവിധാനത്തിൻ്റെ ചെറിയ പോരായ്മ തന്നെയാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. കാരണം ഒരു 300 മീറ്റർ ഈ സിഗ്നലിന് 300 മീറ്റർ മുമ്പ് എങ്കിലും ഒരു റെഡ് ബ്ലിങ്കർ ലൈറ്റ് സ്ഥാപിച്ചാൽ ജനത്തിന് അത് മനസ്സിലാക്കാം ഒരു അപകട മേഖലയാണ് എന്നുള്ളൊരു വസ്തുത. തന്നെയുമല്ല ഇവിടെ കരയാമ്പറമ്പ് പള്ളിയുടെ നേരെ എതിർഭാഗത്ത് ഒരു കുഴി രൂപപ്പെട്ടിട്ട് ദിവസങ്ങളായി. അപ്പോൾ പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുന്ന അവസ്ഥയിൽ 2-3 വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിക്കുകയും അപകടം ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. പിന്നെ പറയാനുള്ളത് കരയാമ്പറമ്പ് സിഗ്നൽ ജംഗ്ഷനിൽ നിന്നും മൂക്കന്നൂർ അതിരപ്പള്ളി ഭാഗത്തേക്ക് പോകുന്ന ആ റോഡ് സകല വാഹനങ്ങളുടെയും ഒരു പാർക്കിംഗ് ഇടമായിട്ട് മാറിയേക്കാണ്. അപ്പോൾ അതും ഈ റോഡിൻ്റെ 2 ബെൽമുഖത്തുകളിലും വാഹനങ്ങൾ വന്ന് തമ്പടിച്ച് കഴിയുമ്പോൾ യാത്ര ഭയങ്കര ദുഷ്കരമാകുന്നു. അത് പ്രൈവറ്റ് ബസ്സുകളുടെ അവർക്ക് സ്റ്റോപ്പിൽ നിർത്താൻ പറ്റുന്നില്ല, വണ്ടി മാറ്റി നിർത്തുന്നു. അപ്പോൾ സ്റ്റോപ്പിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ബസ്സിലേക്ക് എത്തിപ്പെടാനുള്ള സാഹചര്യം വളരെ കുറവ്. ബസ്സിന് സമയമില്ലാത്തതുകൊണ്ട് ആൾക്കാർ ഇറങ്ങി ബസ്സിൽ കയറാൻ ചെല്ലുമ്പോഴേക്കും ബസ് എടുത്തിട്ട് പോകും. ഇവിടെ പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനങ്ങളിൽ ഇപ്പം ഇന്ന് ഒരു KSRTCയുടെ ബസ് ഓവർ ഹീറ്റായി വന്നു, അതുവരെ റോഡിൻ്റെ നടുക്ക് പാർക്ക് ചെയ്തു. ഇന്നലെ ഈ കഴിഞ്ഞ വെളുപ്പിന് 4 മണിക്കോ 3 മണിക്കോ മറ്റോ 3 ലോറികൾ ഒന്നിച്ച് കൂട്ടിയിടിച്ച് 2 ലോറി ടോട്ടൽ ലോസ് ആയിരിക്കുന്ന അവസ്ഥയിലാണ്. അതേപോലെയാണ് ഒരാളുടെ കാല് നഷ്ടപ്പെട്ടു എന്ന് കേട്ടു.
അപ്പൊ ഇതേപോലെയുള്ള അടിക്കടി ഉണ്ടാകുന്ന അപകടങ്ങൾക്ക് ഒരു അറുതി വരണമെങ്കിൽ ഈ സിഗ്നൽ ലൈറ്റുകളുടെ പോസ്റ്റിന്റെ ഒരു 300 മീറ്റർ അകലിൽ നിന്ന് തന്നെയെങ്കിലും 2 സൈഡിൽ നിന്നും ബ്ലിങ്കറുകൾ സ്ഥാപിക്കാം. എൻ്റെ ഒരു കാഴ്ചപ്പാടാണ്. അതിപ്പോൾ ഞാൻ 100% ശരിയെന്ന് പറയുന്നില്ല. ഇതിന്റെ അധികാരികൾ ഇതൊന്ന് പരിശോധിച്ച് എത്ര മനുഷ്യജീവനാണ് ഇവിടെ പൊലിഞ്ഞു പോകുന്നത്, എത്ര ആൾക്കാർക്ക് അംഗവൈകല്യം സംഭവിക്കുന്നു. അപ്പൊ ഈ പരിഷ്കരണങ്ങൾ വരുത്തുമ്പോൾ അത് ജനത്തിന് പ്രയോജനപ്പെടുന്ന രൂപത്തിൽ ആലോചിച്ച് ഒരു തീരുമാനം എടുക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ചില സമയം സിഗ്നലുകൾ പ്രവർത്തിക്കുന്നില്ല. അത് തന്നെയല്ല, ചിലപ്പോൾ ട്രാഫിക്കിന്റെ അധികാരികൾ വന്നിട്ട് ആ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് സാധാരണ അവർ കൈകൊണ്ട് സിഗ്നൽ കൊടുക്കുന്ന ഒരു അവസ്ഥയുണ്ട്. പരിഷ്കാരത്തിന്റെ പേരിൽ ലഡു വിതരണം ചെയ്തു മടങ്ങിയവർ മനസ്സിലാക്കണം, യാത്രക്കാരുടെ അനുഭവം മധുരിക്കുന്നതല്ല, കൈപ്പേറിയതാണ്. പേരിനു മാത്രമുള്ള കുഴിയടക്കലോ വകുപ്പ് മന്ത്രിയുടെ സന്ദർശനമോ പ്രശ്നത്തിന് പരിഹാരമാകില്ല. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും ഒത്തുചേർന്ന് ശാശ്വതമായ പരിഹാര മാർഗം കണ്ടെത്തണം. ശക്തമായ നടപടികളുണ്ടാകണം. അവ വിജയകരമായി നടപ്പിലാക്കിയതിനു ശേഷമാകണം ലഡു വിതരണം. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. MV Jacko Jewelers, Angamali.